ഇനി വേണം. എന്തോ? ഇനിയും വേണം ആന്റി. 4 വയസ്സിന്റെ ബുദ്ധിയെ ഉള്ളെങ്കിൽ 40 വയസ്സിന്റെ ആക്രാന്തമാ. തിന്ന്. ആ ശനിയെ ചികിത്സിച്ച് ഭേദാക്കാൻ നനച്ച് നിങ്ങളെ പറഞ്ഞാ മതിയല്ലോ. ഇന്നലെ രാത്രി തന്നെ എപ്പിടിയാவது ഇറക്കി വിടേണ്ടതായിരുന്നു. നീതിന്യായം പഠിച്ചൊരു കൂടണ്ടായതിന്റെ കുഴപ്പമായതൊക്കെ. നീ ഇങ്ങനെ കോടതിയിൽ മുടന്ന്യായങ്ങൾ വിളമ്പുന്നതുകൊണ്ടാ കേസെല്ലാം നിന്റെ അയാള് ജയിച്ചോണ്ട് പോണത്. പോലീസിൽ അറിയിക്കാൻ ഞാൻ ഒരുക്കാം. പക്ഷേ പിന്നെ കോടതി കയറേണ്ടി വന്ന അപ്പോഴാരും ഒന്നും പറയരുത്. അല്ലേ, മോഷ്ടിക്കാൻ വന്നവനെ ഞാനൊന്ന് തല്ലി, അവൻ ബോധം കെട്ടുപോയി. അതൊക്കെല്ലേ എന്ത് ശിക്ഷ വരാനാ? ആഹാ, മോഷ്ടിക്കാനാ വന്നെന്നുള്ളതിന് എന്താ സൂപ്രണ്ട് തെളിവ്? അതെ, ഈ കോടതിയും പോലീസെന്നൊക്കെ പറയുന്നതേ ആടിനെ പട്ടിയാക്കുന്ന വർഗമാ. പൂർവകാമുകനെ സൂപ്രണ്ട് മനഃപൂർവ്വം വിളിച്ചു വരുത്തി തലക്കടിച്ച് വൈരാഗ്യം തീർത്തതാണ് എന്ന് തെളിവുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഓ എന്റെ ഭഗവതി, കഴിഞ്ഞു. എനിക്കിനിയും വേണം. യോ, ചപ്പാത്തി എങ്ങനാണെങ്കിലും വയറ് തന്റെ ആ മനുഷ്യ, അത് ഓർമ്മ വേണം. എനിക്കിനിയും വേണം. എനിക്കിനിയും വേണം. കൊണ്ടുവരാം. ഇയാളെ പൊടിപ്പിച്ചേ അടങ്ങും. തീറ്റ പണ്ടാരത്തിന് ഇനിയും വേണമെന്ന് ചുട്ടു വെച്ചിരിക്കേ, കൊണ്ടുപോട്. അതിനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ മാസത്തെ നമ്മുടെ അടുക്കള ബഡ്ജറ്റ് കമ്മിയാവും പറഞ്ഞേക്കാം. ചപ്പാത്തി എവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്നുകൂടി ചോദിച്ചിട്ട് വരാം. ചിലപ്പോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ? ഒരു മിനിമം വോളിയത്തിൽ വിടും മനുഷ്യ, നാട്ടുകാര് കേക്കും. ചപ്പാത്തി കൊണ്ടുവന്നില്ലേ? ഇക്രു, ഇക്രു, ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞ ഇക്രുവിന് ഞാൻ എത്ര ചപ്പാത്തി വേണേലും തരാം. തരുവോ? ഇക്രുവിന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛൻ. ഫസ്റ്റ് പേര് കൊച്ചച്ഛൻ എന്ന് പറയാത്ത ഭാഗ്യം. കൊച്ചച്ഛൻ സ്വർഗത്തിൽ പോയി എന്ന് അച്ഛൻ പറഞ്ഞ. ഓ, തട്ടി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളേ. ഇതല്ലേ സാധനം? ഞാൻ ചോദിച്ചോണ്ടിരിക്കും. അയ്യേ, ചീത്ത കുട്ടിയാവല്ലേ ഇങ്ങനെ. ഇക്രു, ഇക്രുവിന്റെ അമ്മയുടെ പേരെന്താ? മമ്മി. ഇക്രുവിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാ? സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത്. സന്ദീപിന്റെ വീട് എവിടെയാ? ലവല്ലിയുടെ വീടിന്റെ ഇപ്പുറത്ത്. അവിടെ പശുമ്പ ഉണ്ടല്ലോ, കുത്തുന്ന പശുമ്പ. ആന്റി കണ്ടിട്ടുണ്ടോ? ആന്റി കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ടും കെട്ടിയെടുത്ത് എന്തിനാണെന്ന് ആദ്യം പറ. ഈ ആന്റിയെ പോലെ തന്നെ ലവ്ലി ഭയങ്കര കൊരങ്ങി. തന്റെ എന്റെ കട്ടറെടുത്തിട്ട് തന്നില്ല. അതൊക്കെ പോട്ടെ, ഇക്രു എന്തിനാ ഇങ്ങോട്ട് വന്നേ? നഴ്സറി വരുന്ന എന്തിനാ? പഠിക്കാൻ. അയ്യേ, ടീച്ചർ ആന്റിക്ക് ഒന്നും അറിഞ്ഞൂടാ. നഴ്സറി ആണെന്ന് എഴുതി മുതുക്കൻ ഇവിടെ പഠിച്ചു കഴിയാന്നായിരിക്കും. എന്തിനാ കരയുന്നേ? மைதிலி, பப்பா சாமி வர டைம் ஆச்சு, நான் கொஞ்சம் தண்ணி பிடிச்சிக்கிட்டுமா? അടുത്താത്ത് അമ്പൂജത്തപ്പാട്ടേല. വന്ന് കിടന്നു. കട്ടില് ചാച്ചണം. അയ്യോ, ഏതാണ്ട് ഉള്ളിടത്ത് ജനിച്ചതാ. എന്നാ ഈ സപ്രപഞ്ചത്തിലോട്ട് ചാച്ചോ. ഇനി എടുത്തു കിടത്തണോ? ഇനി എന്താ വേണം? പാടണം. യേശുദാസ് വേണോ ഇളയരാജ വേണോ? പാടണം. അയ്യോടാ കൊച്ചു വാവ, കിടന്ന് ചിണുങ്ങാതെ അവിടെ ഞാനും പൊണ്ടാരോ അടങ്ങ്. ഓ, ആ നശൂല ഉറങ്ങുന്നില്ല. പാടിയാലേ ഉറങ്ങത്തുള്ളൂ. ദാ അവിടെ കിടന്ന് കീറ്റല്ല. സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തില്ലേ? ഒരെണ്ണം മുഴുവനും കൊടുത്താ ചത്തു ഒന്ന് മേടിച്ച് പാതിയെ കൊടുത്തുള്ളൂ. അതുപോലും ഇപ്പൊ പോരാന്ന്. എന്നാ ഒരു 4 എണ്ണം ഒന്നിച്ചു കൊടുത്തൂടെ? വലിയ വിലയൊന്നും ഇല്ലല്ലോ. മണ്ടത്തരം പറയല്ലേ സൂപ്രണ്ടേ. ചത്തങ്ങാനും പോയാൽ നമ്മൾ എല്ലാരും തൂങ്ങും എന്ന് പറഞ്ഞാ ശരിക്കും ഉറങ്ങിയാലേ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നടക്കൂ. ആരാവത് പോയിന്ന് പാടി ഉറക്ക്. മടത്തിന്ന് ഒരു പുരുഷന്റെ ശബ്ദം കേട്ടാ പിന്നെ നാട്ടുകാരെന്തൊക്കെയാ പറഞ്ഞു വരുത്തുന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പോയി കാറിന്റെ കീ എടുത്തോണ്ട് വരാം. എന്നാ ഞാൻ പോയി സ്ട്രീറ്റിന്റെ പൊസിഷൻ നോക്കിട്ട് വരാം. ഞാനും വരാം. അയ്യോ, ഞാൻ എല്ലാരും അങ്ങനെ അങ്ങ് പോയാലോ?
പൊന്നമ്മ നീയാവത് പോയിന്ന് പാടി ഉറക്ക്. ഇന്നേക്ക് മറ്റും താനേ ഈ ശല്യം. അയ്യോ ഈ സൂപ്രണ്ട് ഞാൻ പാടാം, അവൻ പേടിച്ചുറങ്ങുകയും ചെയ്യും. പക്ഷെ നാട്ടുകാരോടും നമ്മുടെ പദ്ധതിയും പൊളി. ഒന്നുമില്ലെങ്കിലും ചെറുപ്പത്തിൽ സൂപ്രണ്ട് കുറെ സംഗീതമൊക്കെ പഠിച്ചതല്ലേ, ഇങ്ങനെങ്കിലും അതിനൊരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ വരാം. എനിക്ക് വയ്യ. തിങ്കൾ കീടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തന്റെ നീലാവോ പുത്തൻ പാവീഴക്കൊടിയോ ശോന്യൻ ശോന്യൻ ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോ. മരമ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ. ഓമന തിങ്കൾ കിടാവോ ഒരു കോമള താമരപ്പൂ പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തന്റെ നീലാവോ. തൂക്കിയാച്ചാ അയ്യോ തല നേരെ വെച്ചോട്ടെ അമ്മച്ചി. പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നോടാ. उल्लू का पट्टे भाई आपका भाई माफ करना बहन मैं मदद करूंगा नहीं नहीं വീട്ടിലേക്ക് കൊണ്ടുപോവാം ये मेरा ड्यूटी है चलो पकड़ लो अब मदद करके ले जाता है अब लेके जाएगा चलो चलो നടക്ക് भाई ദേവി മഹാമായേ പുരുഷദൈവങ്ങളെ പാടെ അവഗണിച്ച് സർവ്വനേരവും നിന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കഴിയുന്ന ഞങ്ങളോട് ഈ ചതി ചെയ്യലാമാ. ഞാനെല്ലാം അറിയുന്നുണ്ട് മകളെ, നീ പേടിക്കണ്ട. അമ്മാ ദേവി മഹാമായേ നീ താനേ പേശരുത്. മഠത്തിന്റെ മാനം കെടുത്താൻ അവിടെ കയറി കൂടിയിരിക്കുന്ന ആ മഹാമാരണത്തിന്റെ നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കൊടുത്ത് നീ അവനെ തിരിച്ചു വിളിക്കണേ. ഇല്ലേനാ നമ്മ മാനം താൻ പോവും. പേടിക്കണ്ട, നിനക്ക് മാനഹാനി വരാതെ ഞാൻ നോക്കാം. പോതും അമ്മ പോതും, ഈ ഭക്തയ്ക്ക് തൃപ്തിയായി. പോതും അമ്മാ. ഇവിടെയല്ല ദോ മകളെ യശോദേ, അമ്മേ നിന്റെ ഭർത്താവ് ആരോടും പറയാതെ നാട് വിട്ടിട്ട് ഇന്നേക്ക് 14 ദിവസമായി അല്ലേ? അതെ അമ്മേ. അവന് ഞാൻ കാണുന്നു. ഇവിടുന്ന് 80 കാതം തെക്ക് മാറി പടിഞ്ഞാട്ട് ദർശനമുള്ള ഒരു വീടിന്റെ മച്ചിന്റെ മോളിൽ അവൻ കേറിയിരിപ്പുണ്ട്. എന്തിനാണ് അമ്മ അവിടെ കയറിയിരിക്കുന്നത്? അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ല മകളെ, അത് തന്നെ കാരണം. നിനക്ക് പോകാം. ഓം കാളി. അമ്മേ തായേ മഹാമായേ രക്ഷിക്കണേ. കൊച്ചുമോളുടെ കാതിപ്പൂ കളഞ്ഞു പോയല്ലേ? അതെ അമ്മേ. വേലക്കാരി ഒന്ന് വരട്ടിയാൽ മതി, സാധനം കിട്ടും. ശരി അമ്മേ. അതെ, ഒരു സംശയം. നിനക്കെന്താണ് അറിയേണ്ടത്? കാട്ടുകളൻ വീരപ്പൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാളി
ഇനി മുത്തിയമ്മ ഒന്നും സംസാരിക്കത്തില്ല. കാളിയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ഇനി വലുത് അറിയാനാണെങ്കിൽ നാളെ വരിക. എന്താണോ